വേനൽ മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ ഇടിമിന്നൽ വീണ്ടും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിളയിൽ ഒരു കുടുംബത്തിന് വൻ ദുരന്തമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. വാഴവിള നുണലി ലാൽ ഭവനത്തിൽ ബൈജുവിന്റെ വീട്ടിലാണ് ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് വലിയ നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏകദേശം 4:30യോടെയാണ് സംഭവം നടന്നത്. ശക്തമായ ഇടിമിന്നലിനോടൊപ്പം തന്നെ വലിയ ശബ്ദം കേട്ടതോടെ വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങൾ ഒന്നൊന്നായി തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഫ്രിഡ്ജ്, ടെലിവിഷൻ ഉൾപ്പെടെ തന്നെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. അതുപോലെ ചുവരുകളിലെ സ്വിച്ച് ബോർഡുകൾ ഇളകിത്തെറിക്കുകയും വീടിന്റെ ചുവരുകൾക്ക് വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിനും കേടുപാടുകൾ സംഭവിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന അർബുദ രോഗിയായ ബൈജുവും മരുമകൾ ഷീലയും 5 ചെറുകുട്ടികളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഭാഗ്യവശാൽ ആർക്കും അവിടെ പരിക്കേൽക്കാതെ തന്നെ വലിയൊരു ദുരന്തം ഒഴിവായതായി തന്നെ നാട്ടുകാരും വ്യക്തമാക്കുന്നുണ്ട്. കുടുംബത്തിന്റെ ഉപജീവന മാർഗമായ മത്സ്യ കച്ചവടത്തിന് പോയിരുന്ന മകൻ അജിലാൽ സംഭവം കഴിഞ്ഞാണ് വിവരം അറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് KSEB അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആവശ്യമായ ഇടപെടൽ അവിടെ നിന്നുണ്ടായിട്ടില്ല എന്നതാണ് കുടുംബത്തിന്റെ പരാതി. ഇതോടുകൂടി തന്നെ പ്രദേശവാസികളും ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. ഇടിമിന്നൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതും അനിവാര്യമാണ്. ഇടിമിന്നൽ സമയത്ത് വൈദ്യുത ഉപകരണങ്ങൾ പ്ലഗ് ഓഫ് ചെയ്യുകയോ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ചാർജിന് വെച്ച് ഉപയോഗിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുക, അത് ചെയ്യരുത് തുടങ്ങിയ അടിസ്ഥാന സുരക്ഷാ നിർദ്ദേശങ്ങൾ ഇവിടെ കർശനമായി തന്നെ പാലിക്കേണ്ടതുണ്ട്. വീടുകളിൽ വലിയ രീതിയിൽ സർച്ച് പ്രൊട്ടക്ടർ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ കൂടുതലായി തന്നെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ കേരളത്തിൽ വേനൽക്കാലത്ത് ഇടിമിന്നൽ അപകടങ്ങൾ കൂടുതലായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും അവിടെ പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധാപൂർവം തന്നെ പാലിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ഈ ഒരു സംഭവം ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വീടുകളിലെ ഇലക്ട്രിക് അതേപോലെ തന്നെ വയറിംഗ് അവിടെ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുകയും മിന്നൽ സംരക്ഷണ സംവിധാനങ്ങൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളും മുതിർന്നവരുമുള്ള വീടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. ഇതൊരു കുടുംബത്തിന്റെ ദുരന്തകഥ മാത്രമാവില്ല, നമുക്ക് എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, KSEBയുടെ അനാസ്ഥ. ഈ കുടുംബം ഇത്തരമൊരു ദുരന്തം നേരിട്ടിട്ട് അവർ ആദ്യം വിളിക്കുന്നത് KSEBയിലാണ്. അവിടെ വിളിച്ചുകൊണ്ട് അധികൃതരെ ഈ വിവരം അറിയിച്ചപ്പോൾ അവിടേക്കൊന്ന് വരാൻ പോലും അവർ കൂട്ടാക്കിയില്ല എന്നതാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായത്തിനായി ഓടിയെത്തേണ്ടതും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതും KSEBയാണ്. അവർ തന്നെ ഇത്തരം ഒരു അനാസ്ഥ കാണിക്കുന്നത് വലിയൊരു ദുഃഖകരമായ കാര്യമാണ് എന്നതും ഈ ഒരു അവസരത്തിലൂടെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ പോലും പല പ്രാവശ്യം നമ്മൾ അവിടെ വിളിച്ചാൽ പോലും ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോലും ഇവർ കൂട്ടാക്കാറില്ലാത്തതും ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.